ഒരു ശിഷ്യൻ ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ആയോധനകല പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറയും, എനിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പഠിക്കാൻ, ഈ ആയോധനകല പഠിക്കാൻ എനിക്ക് എത്ര വർഷം വേണ്ടി വരും ചോദിക്കും. അപ്പോ ഗുരു പറയും, നിനക്ക് ഒരു 10 വർഷം നോർമലി നിനക്ക് ഇത് പഠിക്കാൻ വേണ്ടി വരും. അപ്പൊ ആ ശിഷ്യൻ പറയും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാം, ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, എനിക്ക് എത്ര വർഷം വേണ്ടി വരും എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു ആലോചിച്ചിട്ട് പറയും, നിനക്ക് വേണ്ടത് 20 വർഷം വേണ്ടി വരും എന്ന് പറയും. അപ്പൊ ഇവന് എക്സ്ട്രാ ഹാർഡ് വർക്കും എക്സ്ട്രാ എഫേർട്ട് ഇടാന്ന് പറഞ്ഞിട്ടും നമുക്ക് വരുന്ന കാലയളവ് വീണ്ടും കൂടുമ്പോൾ ഇവൻ ആകാംക്ഷയായിട്ട് ഗുരുവിനോട് ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇത്ര 10-20 വർഷം നിങ്ങൾ പറഞ്ഞു, എനിക്ക് നോർമലായിട്ട് 10 വർഷം മതിയില്ല എന്ന് ചോദിക്കും. അപ്പൊ ഗുരു പറയും, 20 വർഷം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോ ഗുരു പറയും, നിന്റെ അറ്റ് എ ടൈം നിന്റെ ലക്ഷ്യത്തിലേക്കും പഠനത്തിലേക്കും പോകുമ്പോൾ നീ എത്തിപ്പെടാനുള്ള വഴിദൂരം നിങ്ങൾക്ക് കൂടുന്നു പറയും. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ കഥനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി നമ്മൾ പഠിക്കുക, ഇത് പഠിക്കുക. ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ ട്രേഡിങ് തുടങ്ങുന്നത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങുക? പെട്ടെന്ന് റിച്ച് ആവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. ഒറ്റയ്ക്ക് ഗുരു പറഞ്ഞ പോലെ പഠനം മാത്രം നമ്മൾ ഇതിൽ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടോ, നമുക്ക് ഈ സംഭവം നമുക്ക് വർക്കൗട്ട് ആവോ, ഇത് നമുക്ക് പറ്റിയ ജോബാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുള്ള ജോലിനെ നമ്മൾ സൈഡിലാക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബിഗിനേഴ്സ് വരുന്ന ഈ ഗ്രീഡി മൈൻഡ് സെറ്റിൽ, ഇപ്പൊ എല്ലാ ബിഗിനേഴ്സും, ഇപ്പൊ ഞാനടക്കം ഈ ട്രേഡിങ്ങിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ മുഴുവൻ നമ്മൾ അവിടെ കളയും. ഈ ക്യാപിറ്റൽ പോണോടുകൂടി നമുക്ക് അടുത്തൊരു ഇമോഷനിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കടക്കും. നമ്മൾ ഫിയർ എന്ന് പറഞ്ഞ ഇമോഷനിലേക്ക് കടക്കും. ഇതിനെ ഓവർകം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫുള്ള ഒരു മെത്തേഡാണ്. കാരണം എന്താ, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ എല്ലാ ലോസുകളും നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മുമ്പ് നഷ്ടപ്പെട്ട ക്യാപിറ്റൽ നഷ്ടപ്പെടുമെന്നുള്ള പല ഫിയർ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിനെ അവോയ്ഡ് ചെയ്യും. വാച്ചിങ്ങിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഓൾറെഡി നമുക്ക് വന്നിരുന്ന പാസീവ് ഇൻകം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ നടുക്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പതുക്കെ പയ്യെ തിന്നാ പനയെ തിന്നാന്ന് പറയുന്ന പോലെ നിങ്ങളെ റിസ്ക് റിവാർഡും നിങ്ങളെ സ്ട്രാറ്റജീസും എല്ലാം നിങ്ങളെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് നിങ്ങൾ റിസ്ക് റിവാർഡ് കൊണ്ടുപോകുക. നിങ്ങൾ 1000 രൂപ ക്യാപിറ്റലുള്ള ആൾക്കാർ ഒരിക്കലും 1000 ആക്കാന്നല്ല നോക്കേണ്ടത്. തന്നെ 10% ഉണ്ടാക്കാൻ നോക്കി തന്നെ നമുക്ക് ഇതിൽ സക്സസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ബിഗിനേഴ്സിന്റെ പ്രശ്നം എന്താ? നമ്മളെ പെർസെന്റേജ് അനുസരിച്ച് കിട്ടിയാലും നമ്മൾ എക്സിറ്റ് ആവാത്ത ഒരവസ്ഥയിലാണ് എല്ലാ ബിഗിനേഴ്സും മുന്നോട്ട് പോവുക. അത് ആദ്യമേ തന്നെ റിച്ച് എന്ന മൈൻഡ് സെറ്റിലേക്ക്, ഗ്രീഡിയിലേക്ക് പോയി പിന്നീട് ഫിയറിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. ഇപ്പൊ നിങ്ങൾ ഫിയർ എന്ന സിറ്റുവേഷനിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഫിയർ എങ്ങനെ മാറ്റാന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. ഇതുപോലത്തെ എഫക്റ്റീവ് ട്രേഡിംഗ് ടിപ്സുകളും ട്രിക്സുകളും വേണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ.